കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അവരുടെ ചോദ്യം കേട്ടും രണ്ടുപേരും അതേ എന്ന രീതിയിൽ തലയാട്ടി. നിങ്ങൾ പിരിയാൻ പോകാണെന്ന് പറഞ്ഞ നേരാണോ മക്കളെ? അവരുടെ ചോദ്യം കേട്ടത് രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. എന്താ നിങ്ങളൊന്നും പറയാത്തേ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അച്ഛമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ശ്രീ ഞെട്ടലോടെ ചോദിച്ചു. അപ്പോ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ഏയ് അല്ല, മുത്തശ്ശിയോട് ആരോ കള്ളം പറഞ്ഞതാണ്. ഞങ്ങൾ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല, അല്ല ശ്രീ? ശിവ ഡോക്ടറുടെ വാക്കുകളോർത്ത് അവരോട് കള്ളം പറഞ്ഞു. ശിവ പറഞ്ഞത് കേട്ടതും ശ്രീ അതേ എന്ന രീതിയിൽ തലകുലുക്കി. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ ഇന്നലെ അഡ്വക്കേറ്റിനെ കാണാൻ പോയത്? മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും രണ്ടുപേരും ഒന്നും പറയാതെ തലയിൽ നിന്നായിട്ട് നിന്നു. അപ്പോ നിങ്ങൾ പിരിയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അവരുടെ ചോദ്യത്തിന് രണ്ടുപേരും മൗനത്തെ കൂട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളോട് അവസാനമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ട നിങ്ങൾ സാധിച്ചു തരുമോ? ഈ കിളവിയുടെ അന്ത്യാഭിലാഷമായിട്ട് കരുതിയാൽ മതി. മുത്തശ്ശി പറഞ്ഞു. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരും. ശിവയുടെ വാക്ക് കേട്ടതും അവരുടെ മുഖം തിളങ്ങി. അച്ഛമ്മ എന്താണേലും പറഞ്ഞോ. അത് പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ഈ തീരുമാനം മാറ്റിക്കൂടെ? പിരിയാതിരുന്നൂടെ നിങ്ങൾക്ക്? മുത്തശ്ശി നെഞ്ചിൽ കൈവച്ച് വേദനയോട് അവരോട് ചോദിച്ചു. അയ്യോ, എന്താ അച്ഛമ്മേ, വേദന എടുക്കുന്നുണ്ടോ? ഡോക്ടറെ വിളിക്കണോ? ശ്രീ വേവലാതിയോടെ തിരക്കി. ചെറിയൊരു വേദന, ഡോക്ടറെ വിളിക്കണ്ട. മുത്തശ്ശി, ഈ ടൈമിൽ ഇതൊക്കെ സംസാരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞേ. അതുകൊണ്ട് മുത്തശ്ശി ഇവിടെ കിടന്നു, ഞങ്ങൾ പുറത്തുണ്ടാകും. മോനെ, നിങ്ങളെനിക്ക് വാക്ക് തരൂ, ഒരിക്കലും പിരിയില്ലെന്നും ഇനി ഇതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കില്ലെന്നും. ഇല്ലേ ഞാനിപ്പോൾ നെഞ്ച് പൊട്ടി മരിക്കും. മുത്തശ്ശി ഇടത് കൈ നെഞ്ചിൽ പിടിച്ച് വലത്തെ കൈ അവർക്ക് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു. മോനെ ശിവ. മുത്തശ്ശിയുടെ ദയനീയമായ വിളി അവരെ തേടിയെത്തുന്നു. ശിവ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ തൻ്റെ കയ്യോരം ചേർത്ത് വെച്ചതും ശ്രീ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി വേണ്ടെന്ന രീതിയിൽ തലയാട്ടി. മുത്തശ്ശി പറഞ്ഞ പോലെ ഇനി ഞങ്ങൾ അങ്ങനെയുള്ളൊരു തീരുമാനം ഒന്നും എടുക്കൂല. ഇപ്പോൾ കൊടുത്ത ഡിവോഴ്സ് പിൻവലിക്കാം. ഇപ്പം മുത്തശ്ശി ഹാപ്പിയല്ലേ? നിറഞ്ഞ കണ്ണുകളാൽ തന്നെ നോക്കുന്ന സ്ത്രീയെ നോക്കി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞതും അവശതയിലും ആ മുഖം തിളങ്ങി. ഇപ്പം സന്തോഷമായി. ഇനി എനിക്ക് മരിച്ചാൽ എൻ്റെ മക്കളെ കാര്യമായിട്ട് സന്തോഷമേ ഉള്ളൂ. അതെ, മതി. പേഷ്യൻറ്റിനെ കൂടുതൽ സംസാരിപ്പിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ? പെട്ടെന്ന് അങ്ങോട്ടൊരു നഴ്സ് വന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ ശരി മുത്തശ്ശി, ഞങ്ങൾ പുറത്തുണ്ടാകും. ശിവ മുത്തശ്ശിയെ നോക്കി അത്രയും പറഞ്ഞ് കാറ്റിൻ്റെ വേഗത്തിൽ പുറത്തേക്ക് പോയി. മുത്തശ്ശിയെ നോക്കി ചിരിച്ചെന്ന് പറ്റി മരവിച്ച മനസ്സോടെ ശ്രീയും പുറത്തേക്ക് ഇറങ്ങി. മോളെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തിനാ വിളിപ്പിച്ചേ? ശിവ എന്താ അങ്ങനെ പോയേ? പലരും പലതും ചോദിച്ചെങ്കിലും അവളൊന്നും പറയാതെ ഉണ്ണിയുടെ അടുത്തേക്ക് പോയി. ഏട്ടാ, എന്നെ തിരിച്ചു കൊണ്ടാക്കി തരുമോ? എന്തു പറ്റി? പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടാക്കി തരുമോ? വാ. ശ്രീയുടെ ദയനീയമായ ചോദ്യം കേട്ടതും ഉണ്ണിവിനൊന്നും ചോദിക്കാതെ അവളെയും കൊണ്ട് അവിടുന്ന് ഇറങ്ങി. ഫ്ലാറ്റിലെത്തി ഫ്രഷായി ഇറങ്ങുകയായിരുന്നു ഷീതു. അപ്പോഴാണ് വാതിൽ തുടരെ മുട്ട് കേട്ടത്. വാതിൽ തുറന്ന നിമിഷം തന്നെ ശ്രീ ഷീതുവിന് ഇറകെ കൊടുത്തു. എന്താടി, എന്ത് പറ്റി? നീ എന്തിനെ കരയുന്നേ? തോളിൽ നന പറഞ്ഞതും ഷീതു ശ്രീയെ അടുത്തി മാറ്റി സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ലടി. ഒന്നുമില്ലാതെ കരയാൻ നിനക്കുന്ന വട്ടാണോ? നിന്നെ എവിടേക്കാ ശിവട്ടെ കൊണ്ടുപോയേ? ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോയത്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? അച്ഛമ്മക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. അയ്യോ, എന്നിട്ടെന്താ? ഇപ്പം മുപ്പത്തിക്ക് സന്തോഷമായി. എൻ്റെ സന്തോഷം പോവുകയും ചെയ്തു. നീ എന്തൊക്കെയാ ശ്രീ പറയുന്നേ? ഷീതു ചോദിച്ചതും ശ്രീ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഡിവോഴ്സ് നടക്കില്ലേ? ഷീതു സന്തോഷത്തോടെ ചോദിച്ചു. ഇല്ല. അതിനാണ് നീ കിടന്ന് കരയുന്നേ? പിന്നെ അല്ലാതെ എന്തൊക്കെ സ്വപ്നമായിരുന്നു ഞാൻ കണ്ടത്? ഒക്കെ പോയില്ലേ? പോട്ടടി, ഇതാവുന്ന എൻ്റെ വിധി. ഏതായാലും ഇപ്പോൾ കോളേജിൽ അധികം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നിന്നെ കല്യാണം അറിഞ്ഞ കാര്യം. അതാണ് വിഷമം. ഇനി ഞാൻ എൻ്റെ ഫാൻസിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? പിന്നെ അവിടെ ഒരു ഫാൻസ് പോടി. ആ സൂയിക്കും കശകെട്ടുക്കും മരുന്നില്ല. ഓ, അറിയില്ലായിരുന്നു. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ പോയി കുളിക്കാൻ നോക്ക്, നാറിയിട്ട് മേല. ഷേത് സീയുടെ ഇരുത്തം കണ്ട് അവളെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി നാളെ കുളിക്കാം, നല്ല ക്ഷീണം, ഞാൻ പോയി കിടക്കട്ടെ. ഓ, ഇങ്ങനൊരു മടിച്ചി.
എന്റെ മുത്തശ്ശി ജസ്റ്റ് ഒന്ന് അപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഇതിനൊക്കെ ഓസ്കാർ കിട്ടണം. ശരത്ത് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഈ വയസ്സായ കാലത്ത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. മുത്തശ്ശിക്ക് അഭിനയിക്കാൻ പോലും പോക്കൂടെ? പിന്നെ ഇതിനൊക്കെ കൂട്ടുന്ന ഡോക്ടറെയും സമ്മതിക്കാണ്ടോ? ശരത്തിന്റെ പിന്നാലെ വന്നുകൊണ്ട് ശ്യാമു പറഞ്ഞു. പോടാ രണ്ടും, എന്നെ കളിയാക്കാതെ. ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് രണ്ടുപേരെയും നോക്കി കപടദേശത്തിൽ മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി, അവർക്ക് സംശയം കുടുങ്ങിയില്ലല്ലോ? അതിന് നീയല്ല ശരത്തെ, ഞാൻ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാ ഞാൻ മുത്തശ്ശിയോട് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ആവശ്യപ്പെട്ടെ. മുത്തശ്ശി പറഞ്ഞാൽ മാത്രം രണ്ടും അനുസരിക്കൂ. അല്ല, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇവൻ കാണാൻ പോയ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥേ എൻ്റെ കൂടി ഫ്രണ്ടാണ്. അല്ല, ഡിവോഴ്സിന് മാത്രം എന്താടാ അവർക്കിടയിൽ പ്രശ്നം? എൻ്റെ മുത്തശ്ശി, അവർക്കിടയിൽ എന്നും പ്രശ്നം തന്നെയാ. അവളുടെ സ്വഭാവം ഏട്ടനോ, ഏട്ടൻ്റെ സ്വഭാവം സ്ത്രീക്കും ഇഷ്ടമല്ല. അതെനിക്കും അറിയാടാ. ഒക്കെ ശരിയാവുമെന്ന് കരുതി തന്നെയാ ഞാൻ രണ്ടിനെയും പിടിച്ച് കെട്ടിച്ച്. പക്ഷേ അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. എന്തായാലും ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നില്ലേ? വാക്ക് തന്ന ഏതൊക്കെ വരെയും പോയി അത് പാലിക്കുന്നവനായി ശിവ. അതുകൊണ്ട് മുത്തശ്ശിക്ക് നീ കാര്യത്തിൽ ടെൻഷൻ വേണ്ടട്ടോ. അതല്ലടാ ഇപ്പം എൻ്റെ ടെൻഷൻ. പിന്നെ ഇതൊക്കെ നമ്മുടെ നാടകമാണെന്ന് അറിയുമ്പോൾ അവൻ എന്നെ കൊല്ലാതെ വിട്ടാൽ മതിയായിരുന്നു. നിന്റെയൊക്കെ അച്ഛൻ്റെ പോലെ ദേഷ്യം വന്നാൽ കണ്ണു കാണാൻ പറ്റാത്ത സ്വഭാവം അവനും. അതിന് മുത്തശ്ശി പേടിക്കണ്ട. ഏതായാലും കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കല്ലേ. അതോടെ ഏട്ടൻ എന്തെങ്കിലും ചെയ്താലും പേടിക്കാനൊന്നുമില്ലല്ലോ. ഇറങ്ങിപ്പോടാ. മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങാം. ഇനി ഇവിടെ ഇരുന്നാലും ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? ആ ഡോക്ടർ പോയി കണ്ടിട്ട് വരാം. അപ്പോ മുത്തശ്ശി, ആക്ടിങ് നിർത്താനായിട്ടില്ല, കണ്ടിന്യൂ ചെയ്തോ. ശരത്തും ശ്യാമും മുത്തശ്ശിയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും പെട്ടെന്നായിരുന്നു ശിവ ഡോറും തുറന്ന് അങ്ങോട്ട് വന്നത്. ശിവ, നീ എപ്പോൾ വന്നു? ശരത്ത് പെട്ടെന്നുള്ള ഞെട്ടലും മറച്ചു വെച്ചുകൊണ്ട് ശിവയോട് ചോദിച്ചു. ഞാൻ വന്നിട്ട് കൊല്ലം കുറിച്ചായിട്ടാ. ശരത്തിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു. ഇത് ഓൾഡ് ഡയലോഗാണ് ഏട്ടാ, മാറ്റിപ്പിടി. അല്ല, രണ്ടാൾക്കിതൊരു പേടി പോലെ. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അല്ലടാ ശ്യാമേ? അതെ. ശിവ രണ്ടുപേരെയും പനികൾ കണ്ട് അമർത്തിയൊന്ന് മൂളി. അല്ല, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതോ, അത് പിന്നെ മുത്തശ്ശിക്കുള്ള മെഡിസിൻ തരാൻ വന്നതാ. കയ്യിലുമായിരുന്ന ടേബിളിൽ വെച്ച് കണ്ണടച്ച് കിടക്കുന്ന മുത്തശ്ശിയെ നോക്കി ശിവ പറഞ്ഞു. അതിന് മുത്തശ്ശിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ശ്യാം ശിവ പറഞ്ഞത് കേട്ട് അറിയാതെ പറഞ്ഞു പോയി. തന്നെ നോക്കി പല്ല് കടിക്കുന്ന ശരത്തിനെ കണ്ടപ്പോഴാണ് താനെന്താ പറഞ്ഞെന്ന് ബോധം വന്നത്. അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചതേ, മുത്തശ്ശിക്ക് ഇപ്പോൾ കുറവുണ്ടല്ലോ, അതാ. കുറവുണ്ടെങ്കിൽ മെഡിസിൻ കൃത്യമായി കഴിക്കണം. അതും പറഞ്ഞ് രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് ശിവ പുറത്തേക്ക് പോയി. അവൻ കേൾക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലേലേ നമുക്ക് കൂടി 2 ബെഡ് ബുക്ക് ചെയ്യേണ്ടി വന്നേനെ. ശിവ പോകുന്നു നോക്കി പുറത്തേക്ക് ഇറങ്ങി നെടുവീർപ്പിട്ട് കൊണ്ട് ശരത്ത് പറഞ്ഞു. നമ്മൾക്കോ? അതെ, എനിക്കും നിനക്കും. അതെ മിച്ചർ, ബഹുവചനം വേണ്ട, ഏകവചനം മതി. എനിക്ക് ഈ ഗർഭത്തിൽ ഒരു പങ്കുമില്ല. എന്ത്? സോറി, മാറിപ്പോയതാ. ഇതൊക്കെ ഏട്ടൻ്റെ കുരുട്ട് ബുദ്ധിയല്ലേ. അതോടെ ഇതിൻ്റെ ക്രെഡിറ്റ് ഏട്ടനെ ഒറ്റ കയറ്റാൻ മതി. ശ്യാമേ, പാവൻ്റെ എടുത്തി ഈ ചെറുപ്രായത്തിൽ തന്നെ വിധവയാവാനാണല്ലോ അതിൻ്റെ പേര്. എൻ്റെ എണ്ണ ആ ഭ്രാന്തന എണ്ണ കയ്യിൽ നിന്ന് നീ തന്നെ കാക്കണേ ദൈവേ. പേടിപ്പിക്കാതെ പുറം നാറി. ആരോടൊന്നില്ലാതെ പറയുന്ന ശ്യാമനെ പുറത്ത് ആഞ്ഞു നടിച്ചുകൊണ്ട് അതും പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് പോയി. എന്ത് കോലാ ശിവ ഇത്! രാത്രി വീട്ടിലേക്ക് കാലുപോലും നിരത്തുറക്കാൻ പറ്റാത്ത രീതിയിൽ കയറി വരുന്ന ശിവയെ കണ്ട് സീറ്റൗട്ടിൽ അവൻ്റെ വരവും കാത്തിരുന്ന അച്ഛൻ ദേഷ്യത്തിൽ ചോദിച്ചു. സോറി അച്ഛാ, ഇത്തിരി കൂടിപ്പോയി. ഈ അവസ്ഥയിൽ നീ എന്തിനാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത്? വീഴാൻ പോയ ശിവയെ താങ്ങി നിർത്തിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉള്ളിലെ ദേഷ്യവും വിഷമവും തീരാൻ വേണ്ടി അച്ഛൻ കുടിച്ച് ഇനിയും കുടിക്കും, ബോധം മറയോളം. കയ്യിലെ കുപ്പി വായിലേക്ക് കമഴ്ത്താൻ നോക്കിയതും അച്ഛൻ അവൻ്റെ കുപ്പി പിടിച്ച് മാറ്റി ദൂരേക്ക് എറിഞ്ഞു. അച്ഛ, മിണ്ടരുത് നീ. എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നുണ്ടെന്ന് കരുതി ഇനി മേല ഈ കോതിന് വീട്ടിൽ വന്നാണ്ടല്ലോ, എന്ത് പ്രശ്നം ഉണ്ടാലും മൂക്കോട്ടം കുടിച്ചെന്ന് വിചാരിച്ച് അത് മാറൂടാ. അംബിക ഹോസ്പിറ്റലിൽ പോയത് നന്നായി. ശിവയെ താങ്ങി പിടിച്ച് ഉള്ളിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. പുറത്തെ ബഹളം കേട്ട് അങ്ങോട്ട് വന്ന് നീതു രണ്ടുപേരെയും സംശയത്തോടെ നോക്കി. എനിക്ക് പറ്റില്ല അച്ഛാ, എന്നെ കൊണ്ട് കഴിയില്ല മുത്തശ്ശിക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ. അച്ഛനെ ചുറ്റിപ്പിടിച്ച് കൊച്ചുകുട്ടികളെ പോലെ തേങ്ങിക്കൊണ്ട് ശിവ പറഞ്ഞു. അച്ഛാ, ശിവക്ക് എന്തു പറ്റി?
അച്ഛനെ ചുറ്റിപ്പിടിച്ച് നിന്ന് അവ്യക്തമായി കുഴഞ്ഞുകൊണ്ട് പലതും പറയുന്ന ശിവയെ നോക്കി നീതി ചോദിച്ചു. ഒന്നുമില്ല മോളെ, മൂക്കുറ്റം കുടിച്ചു വന്നിരിക്കുന്നേ, അതിൻ്റെയാ. എന്നാ ഞാൻ പോയി മോരും വെള്ളം എടുത്തു വരാം. വേണ്ട, മോള് പോയി കിടന്നോ, വിത്തു തനിച്ചല്ലേ. അത് സാരല്ല, ഞാനിപ്പോൾ കൊണ്ടുവരാം. അതും പറഞ്ഞ് നീതി കിച്ചണിലേക്ക് പോയി. ഡാ ജീവ, ഇവിടെ ഇരിക്ക്. ഇല്ല, എനിക്ക് അച്ഛനോട് കുറെ പറയാനുണ്ട്. ആ, നീ പറഞ്ഞോ, ആദ്യം നീ ഇരിക്ക്. അച്ഛാ, അച്ഛനറിയോ, ഇന്ന് ആദ്യമായി മുത്തശ്ശി എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. അപ്പം മുത്തശ്ശിയോട് പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. ഐ ക്യാൻ ഡു ദിസ്. സെറ്റിയിലേക്ക് ഇരുന്ന് അച്ഛനെ പിടിച്ച് വലിച്ച് അവിടെ ഇരുത്തിക്കൊണ്ട് ശിവ പറഞ്ഞു. അതാണ് ആശാന്റെ പെർഫോമൻസിന് കാരണമല്ലേ. ശരത്തെ വിളിച്ച് പറഞ്ഞ അച്ഛനെല്ലാം അറിയാമായിരുന്നു. അച്ഛൻ പറഞ്ഞത് കേട്ട് ശിവ അടയാൻ വെമ്പുന്ന മിഴികൾ ഉയർത്തി അച്ഛനെ നോക്കി. ആ കാപ്പിക്കണ്ണുകൾ എന്തിനോ കലങ്ങിയിരുന്നു. ഞാൻ കാരണം അവളൊരിക്കലും അവളുടെ ലൈഫ് ഇല്ലാതാൻ പാടില്ല. എൻ്റെ മധു മിണ്ടാതെ കിടക്കണ അവിടെ. അവൻ്റെ ഒരു മധു കുറെ കാലമായി ആ പെൺകോച്ചിന്റെ പേര് പറഞ്ഞ് നടക്കുന്നു. ആ കോച്ചിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങനെ സ്വയം നശിക്കുന്നത് ആ കൊച്ചിന്റെ ആത്മാവിന് പോലും ഇഷ്ടപ്പെടില്ലടാ. കള്ള് കുടിച്ചാൽ വയലി കിടക്കണം, ഓലാതെ ഇതുപോലെ വന്ന് മോങ്ങല്ലേ വേണ്ടേ. അച്ഛൻ ശിവയെ നോക്കി കലിപ്പിൽ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ സെറ്റിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു. അപ്പോഴേക്ക് നീതു അവനുള്ള മോരും വെള്ളവുമായി അങ്ങോട്ട് വന്നിരുന്നു. ശിവ, നീ ഇത് കുടിക്ക്. നീതുവിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവന് നേരെ നീട്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. എനിക്ക് വേണ്ട. നിന്നോട് വേണോ വേണ്ടേന്നല്ല ചോദിച്ചേ, ഇത് കുടിക്കാനാ പറഞ്ഞേ. അതും പറഞ്ഞ് അവൻ്റെ വായിലേക്ക് അത് ബലമായി ഒടിച്ചു കൊടുത്തു. ശിവ അപ്പോൾ തന്നെ തുപ്പാൻ നിന്നതും അച്ഛൻ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. കൊച്ചുമക്കളെയും കളിച്ചിരിക്കേണ്ട പ്രായത്തിൽ പോലും മക്കൾക്ക് കാവലിരിക്കേണ്ട ഒരു വീതിയെ ഇനി മാറ്റവന്മാർ എപ്പോഴാണോ കയറി വരുന്നേ. ശിവയെ നോക്കി സ്വയം പിറുപിടുത്ത സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് അച്ഛൻ പറഞ്ഞതും അയാൾ പറഞ്ഞത് കേട്ട് നീതി ചിരിച്ചുകൊണ്ട് അവിടുന്ന് റൂമിലേക്ക് പോയി. അയ്യോ എൻ്റെ അമ്മേ! രാവിലെ തന്നെ ശ്രീയുടെ അലറൽ കേട്ടാണ് ഷീത് കണ്ണു തുറന്നത്. തൻ്റെ അരികിൽ കിടക്കുന്ന ശ്രീ അവിടെ കാണാഞ്ഞതും ഇത് വേഗം ശബ്ദം കേട്ടിടത്തേക്ക് ഓടി. അയ്യോ, എന്ത് പറ്റിയടി? കിച്ചണിലെ തറയിൽ വീണ് കിടക്കുന്ന ശ്രീയുടെ അരികിലേക്ക് ഓടി അവളെ എണീപ്പിച്ചുകൊണ്ട് ഷീത് പേടിയോടെ ചോദിച്ചു. അത് പിന്നെ സ്ലാബിൽ നിന്ന് കാല് വലിച്ച് ചെറുതായൊന്ന് ഊരെ കുത്തി വീണതാ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഷീതുവിൻ്റെ ആദ്യോടെയുള്ള ചോദ്യം കേട്ടത് ശ്രീ ഒന്നുമില്ലെന്ന രീതിയിൽ ചുമല് കൂച്ചി. നീ എന്തിനാ സ്ലാബിൽ കയറാൻ പോയേ? അത് പിന്നെ പഞ്ചസാര എടുക്കാൻ കയറിയതാ. നിനക്കതൊക്കെ താഴെ വെച്ചാൽ പോരെ? അതിന് കുറച്ചൊക്കെ ഹൈറ്റ് വേണം, എന്നാലേ കിട്ടൂ. ഇന്നാ നിന്റെ പഞ്ചാര. ഷീതു കബോർഡിൽ നിന്ന് പഞ്ചസാരയുടെ ടിന്നെടുത്ത് ശ്രീയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. നീ പുച്ചുക്കൊന്നും വേണ്ട, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടാ ഞാൻ ഇങ്ങനെ ആയേ. അല്ലേ നിന്നേക്കാൾ ഹൈറ്റ് ഉണ്ടാകായിരുന്നു. പിന്നെ അല്ല, നിനക്കിപ്പോൾ എന്തിനാ പഞ്ചസാര? ഷീതു പെട്ടെന്ന് ആലോചിച്ച പോലെ ശ്രീയോട് ചോദിച്ചു. കാപ്പിടൻ അല്ലാതെന്തിനാ? നിനക്ക് നേരം മുഴുന്നപ്പോഴുള്ള വെളിവും പോയോ? എന്ത്? നീ കാപ്പി ഉണ്ടാക്കിയെന്നോ? യാ, ഇനി കുടിച്ചു നോക്കി എൻ്റെ സ്പെഷ്യൽ ടീ. എൻ്റെ പൊന്നെ, എന്നെ വെറുതെ വിട്ടേര്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്റെ സ്പെഷ്യൽ ടീ കുടിച്ചിട്ട് ക്ഷീണം ഇനിയും മാറിയിട്ടില്ല. ദയവ് ചെയ്ത് എന്നിലുള്ള ഇതുപോലത്തെ പരീക്ഷണങ്ങൾ നിർത്തണം പ്ലീസ്. അത് പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതല്ലേ. നിനക്ക് വേണ്ടേ വേണ്ട, ഞാൻ തന്നെ കുടിച്ചുകൊണ്ട് ജാടുള്ളവർക്കൊന്നും തരുന്നില്ല. അത് പറഞ്ഞ് ശ്രീ ടീ ഒന്ന് സിപ്പ് ചെയ്തതും പെട്ടെന്ന് തന്നെ ഒന്ന് തുപ്പിക്കളഞ്ഞു. എന്തേ കുടിക്കുന്നില്ലേ? ഇതിലെന്തോന്ന് കൂടിപ്പോയി. കഷ്ടണ്ട് കേട്ടോ. ഷീദൂസേ, എന്തേ? ശ്രീയുടെ പതപ്പിച്ചുള്ള വിളി കേട്ടതും ശ്രീ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഇവിടെ നീ ക്ലീൻ ചെയ്യോ അതോ ഞാൻ ക്ലീൻ ചെയ്യണോ? ഇളിച്ചു കാട്ടി തലയിൽ മാന്തി ശ്രീ ചോദിച്ചപ്പോഴാണ് ശ്രീ അത് ചുറ്റും ശ്രദ്ധിക്കുന്നത്. എടി സാമദ്രോഹി, എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്ത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആ കിച്ചണിൽ കയറരുതെന്ന്. ഒരു കാപ്പി ഉണ്ടാക്കാനാണ് ഇത് മുഴുവൻ വലിച്ചിട്ടത്. ഷീതു ചുറ്റും നിരന്ന് കിടക്കുന്ന പാത്രങ്ങളും തറയിൽ ചിന്തിക്കിടക്കുന്ന പൊടികളും കണ്ട് ശ്രീയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഞാൻ കാപ്പിപ്പൊടി എടുത്തപ്പോ. എങ്ങോട്ടായി മൂന്നേ? ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി. ആര്? ഞാനോ? അല്ല പിന്നെ നിന്നെ മാറ്റാൻ വരുവടി. ഷീതു, മിണ്ടരുത് നീ. ഞാൻ എങ്ങനെ കൊണ്ടുവന്ന കിച്ചനാണെന്ന് അറിയോ നിനക്ക്? ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും ഇവിടെ ക്ലീൻ ആയിരിക്കണം. ശ്രീയുടെ കയ്യിൽ ചൂലും തുടപ്പം കൊടുത്തുകൊണ്ട് ഷീതു പറഞ്ഞതും ശ്രീ അനുസരണയോടെ തലയാട്ടി തറയിലുള്ള ഗോതമ്പ് മാവിന്റെ ടിന്നെടുത്ത് ടേബിളിൽ വെച്ചതും അറിയാതെ അവളുടെ കൈ തട്ടി ശ്രീ കുടിച്ചു വെച്ചിരുന്ന ചായക്കപ്പ് തറയിൽ വീണുടഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഇറങ്ങി പോടി.
പതിയെ ശ്രീ നാവ് കടിച്ചുകൊണ്ട് നോക്കിയതും ഷീതു ദേഷ്യത്തിൽ അലറിയതും ശ്രീ കയ്യിലുള്ള ചൂലും തുടപ്പും നിലത്തേക്കിട്ട് അവിടുന്ന് ഓടിപ്പോയിരുന്നു.